guys, welcome to my channel. ഇന്ന് നമ്മൾ ഷ്രിംപ് ഉണ്ടാക്കാൻ പോകുന്ന എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് എപ്പിസോഡാണ്. നിങ്ങൾ ഷ്രിംപ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വേ ഞാൻ ഉണ്ടാക്കാനാണ്. ആദ്യമേ നമ്മൾ ഷ്രിംപ് എടുത്തിട്ട് ഞാൻ ഇച്ചിരി ചെയ്തിട്ടുണ്ട്, സോറി. അപ്പോൾ പക്ഷേ ഞാൻ കാണിക്കാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ആദ്യമേ ഫുള്ളി ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കളയാനല്ല, അതിൻ്റെ ഇത് കളയും. ഇതുണ്ട്, ഈ ടെയിൽ പാർട്ട് കളയും. പക്ഷെ നമുക്കിത് വേണം, ഇതും ഓക്കെയാണ്, നമുക്ക് തിന്നാൻ പറ്റും. പിന്നെ അത് ചെയ്ത് ജസ്റ്റ് ടൈനീസ് ട്വിസ്റ്റ് പിന്നെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞാൽ മതി, അങ്ങനെ കളയും. പിന്നെ നമ്മൾ ജസ്റ്റ് എല്ലാത്തിനും ഇങ്ങനെ തുറന്ന് നോക്കണ്ട, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എഡ്ജിൽ ബ്ലാക്ക് വരുമ്പോൾ അത് ഫുള്ളിങ്ങനെ തുറക്കണം. പിന്നെ അത് ചെയ്യും. ഇപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി മിക്സ്ഡ് ഉണ്ട്, പിന്നെ one spoon of കുരുമുളക് പൊടി, മുളക് പൊടി, ആൻഡ് ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി ടർമറിക്, പിന്നെ സോൾട്ട്, നിങ്ങളുടെ ആവശ്യത്തിന് സോൾട്ടും, പിന്നെ കരിവേപ്പിലയും. ആദ്യം നമുക്കിതിടാം. ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ എന്തിനാ ഈ ഇഞ്ചി ഇടുന്നത്? ബിക്കോസ് നമ്മൾ ഇടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത് ഇതിടുമ്പോൾ നമ്മളുടെ വയറ്റിന് ഒരു ഇത് വരത്തില്ല, ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഓർഡറിൽ പോയാൽ മതി. നമ്മുടെ വയറ്റ് വേനിക്കത്തില്ല, നമുക്കൊരു അസുഖമൊന്നും വരത്തില്ല, ലൈക്ക് നമുക്ക് സ്റ്റൊമക്ക് ഏക്ക് വരത്തില്ല, പിന്നെ നമുക്ക് അതൊന്നും വരത്തില്ല. സോ അത് വരാതിരിക്കാനാണ് നമ്മൾ ഇതിടുന്നത്. അതിടുമ്പോൾ നമ്മുടെ ടമ്മി ഒന്നും മേനിക്കത്തില്ല. ഇതിപ്പം നല്ല ഡിലീഷ്യസും ആയിരിക്കും. സോ നമ്മൾ പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സിന് ഇത് വെയിറ്റ് ചെയ്യും. ആൻഡ് ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ മമ്മി എൻ്റെ സൈഡിലുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ മമ്മിക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം, എല്ലാ ഷ്രിമ്പിലാക്കണം. ലൈക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ സോ ഗുഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കരമൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് ബിക്കോസ് നിങ്ങൾ മേ ബി ട്രൈ ചെയ്തായിരിക്കും നിങ്ങളുടെ സ്റ്റൈല്. ഇത് ഞാൻ ഫ്രൈയിങ് ആണ്, നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ. പക്ഷെ ഞാനിത് നിങ്ങളെൻ്റെ ഫാമിലി അല്ലേ, സോ നിങ്ങളെൻ്റെ ഫാമിലി ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ചുമ്മാ ഇവിടെ വൈറ്റ് സ്പോട്ട് ആണെങ്കിൽ ഇവിടെയും വിടണം, ചുമ്മാ ഇങ്ങനെ വിടത്തില്ലല്ലോ. സോ അങ്ങനെയൊക്കെ ഇടുവാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുഞ്ഞതൊക്കെ ആവും. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട്, എൻ്റെ യൂട്യൂബ് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് റെയ്ന ബെൽറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എൻ്റെ പേര് സ്പെൽ ചെയ്യുന്ന RHENA, പിന്നെ ബെൽറ്റ്സ് നിങ്ങൾക്ക് സ്പെൽ ചെയ്യുന്നത്. പിന്നെ അങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൻ്റെ എൻ്റെ ഇതൊക്കെ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ഡോണ്ട് ഫർഗെറ്റ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്തോ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യണം, അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇത് മര്യാദയ്ക്ക് ഫുള്ളി ഇങ്ങനെ ഇതുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതുണ്ട്, ഇങ്ങനെ വൈറ്റ് സ്പോട്ട് ഉണ്ട് അവിടെ എവിടെയൊക്കെയാണ് ഇതുണ്ട്. ഇനി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നത്, ബിക്കോസ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യാത്തതാണ്. സോ നിങ്ങളുടെ പ്ലേറ്റിൽ സ്റ്റില്ല് ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ആ ആക്സസ് ഒന്ന് എടുക്കുക. പിന്നെ പിന്നെ അതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് വേണം. പക്ഷേ ഞാൻ 15 മിനിറ്റ്സിന് ബാക്കിയെല്ലാം ഞാൻ റെഡിയാക്കി വയ്ക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനെ സ്പീഡ് ഓവർ ചെയ്യാം, ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു നമ്മളുടെ ഷ്രിമ്പിൻ്റെ. ഇപ്പോൾ പാൻ എടുത്തു, ബിഗ് പാൻ, സ്മോൾ പാൻ ഏതെങ്കിലും ആയാൽ മതി. പിന്നെ ഞാൻ ഇപ്പോൾ 6ഉം 7ഉം മിഡിലിൽ ഇട്ടുക്കുക. പിന്നെ നിങ്ങൾക്ക് സ്പൈസി ഓർ നോട്ട് സ്പൈസി ആക്കിയാൽ മതി, നിങ്ങളുടെ ചോയ്സ്. ഞങ്ങൾക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ എണ്ണ ഇടാൻ പോവാം, ഓക്കെ.
ഒരു ഇച്ചിരി ഇട്ടാൽ മതി. ഞാൻ ഇത്ര ഇട്ടാൽ മതിയോ? പിന്നെ നമ്മൾ ഫാൻ ഇപ്പം ചൂടായെന്ന് നോക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇടണം. എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. ഇത്ര മതിയോ? അപ്പോൾ നമ്മൾ ഇത്ര ഇടും. നമ്മളിനി പാൻ സ്പൂണിൽ സ്റ്റിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ ചൂടാവട്ടെ. നിങ്ങൾക്ക് ഇച്ചിരി കൂടി വേണമെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി ഇട്ടുക. നിങ്ങളുടെ കോക്കനട്ട് ഓയിൽ മതി. ഞാൻ ഈ കോക്കനട്ട് ഓയിൽ മതി. പിന്നെ നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ഷ്രിംപ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ സ്പൂണൊക്കെ എടുക്കണം. പിന്നെ ഞാൻ ഇവിടെ വയ്ക്കുക. വേണ്ട. പിന്നെ ഇങ്ങനെ ലൈക്ക് സിസലിങ് ചൂടൊക്കെ ആകുമ്പോൾ നമുക്കറിയും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഫണ്ണായിരിക്കും ഒരു ഇവനൂടെയാണ്. ഇപ്പം ഞാൻ ഇടാൻ പോവാണ്. ഫുട്ബോൾ ഇടാൻ പോവാണ്. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി, നമുക്കറിയാം. ഓയ് ഓക്കെ. ഞാൻ ഇത് ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാ. പക്ഷെ സ്റ്റിൽ ന്യൂ തിങ്സ് ട്രൈ ചെയ്യുന്നത് നല്ലതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂ തിങ്സ് ട്രൈ. പിന്നെ നമ്മൾ ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ കൈയൊക്കെ വാഷ് ചെയ്ത് ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത്. പിന്നെ ഒരു സൈഡ് ചൂടാവുമ്പോൾ അടുത്ത സൈഡ് നമുക്ക് അറിയാമേ. കുക്കാവുമ്പോൾ ഇങ്ങനെ കുഞ്ഞതൊക്കെ ആവും. പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഫാൻ ഇടണം. സോ നമ്മളുടെ സിസ്റ്റർ ഈ കാനഡയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ചൂട് വല്ല ആകുമ്പോൾ അതിങ്ങനെ അടിക്കാൻ തുടങ്ങും, അല്ലാണ്ട് അടിക്കാൻ തുടങ്ങും. സോ ഇതിട്ടാൽ അതെല്ലാം കാം ഡൗൺ ഒക്കെ ആവും. സോ അതാ ഇങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഓണസ്റ്റ്ലി നമ്മൾ ഷ്രിംപ് ഭയങ്കര ഹെൽത്തിയാണ്. സോ ഹെൽത്തി ആയതുകൊണ്ട് നല്ലതായിരിക്കും. നമ്മുടെ പേരൻസിന് ഇഷ്ടമാണെങ്കിൽ സിബ്ലിങ്സിന് ഇഷ്ടമായിരിക്കും. നമ്മളുടെ ഫാമിലി ഇരിക്കുന്ന മെമ്പേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓണസ്റ്റ്ലി ഭയങ്കര നല്ല ടേസ്റ്റുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ടൈം എൻ്റെ അമ്മ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഫണ്ണായിരിക്കും. നിങ്ങളൊരു ലൈക്ക് ചിൽഡ്രൻ്റെ കൂടി ചെയ്ത ഞാൻ എൻ്റെ അമ്മയുടെ കൂടി ഒത്തിരി കുക്കിംഗ് ചെയ്യും. സോ എനിക്ക് ഇങ്ങനെ നൈഫും ഷാർപ്പ് തിങ്സ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഗായ്സ്, ഞാൻ ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ. എൻ്റെ ഷ്രിംപ് ഞങ്ങൾ മേടിച്ചപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഇച്ചിരി ഷെൽസും അതിൻ്റെ വെയിൻസും സെൻറ്റർ പാർട്ടും ഒക്കെ കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് ഓൾറെഡി കളഞ്ഞതാ. സോ ഇച്ചിരി എല്ലാം അവർ മിസ് ചെയ്തായിരിക്കും. ബിക്കോസ് ഇവിടെ മില്യൺസ് ഓഫ് ഷ്രിംപ് ഒക്കെ ഇല്ലേ അവർക്ക് ചെയ്യാൻ. സോ ഇച്ചിരിയൊക്കെ അവർ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടെയിൽ പാർട്ടൊക്കെ കളയുമ്പം അതൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇപ്പം ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡായി ബ്രൗൺ ആയി. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇതായി. ഇപ്പം ഞാൻ ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. ഇത് ഓൾറെഡി ആയതാണ്. പക്ഷേ ഇങ്ങനെ എൻ്റെ വേർഡ്സ് എല്ലാം മറന്നു പോവാണ്. എൻ്റെ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ. സോ ഇത് ഒരു സൈഡ് കുക്കായി. പിന്നെ ഞാൻ ഇച്ചിരി കൂടി എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇല്ലായിരുന്നു എണ്ണ, ഇച്ചിരിയല്ല ഞാനിട്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ ആയെന്ന് കാണാം.
നിങ്ങൾ കമന്റ് ഡൗൺ ബില്ലോ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാണ് ചിക്കൻ ബർമ. ഇഷ്ടമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ പേരൻസിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ബാക്കി ഞാൻ നിങ്ങൾക്ക് സ്പീഡ് ഫോർ ചെയ്യാം. സോ ഗായ്സ്, പിന്നെ ഞാനിങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടി മിക്സ് ആക്കുവാണ്. പിന്നെ സോറി, ഓൾറെഡി ആ സ്മെല്ല് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് സോ ഗുഡ് ആയിരിക്കും, ഭയങ്കര നല്ലതായിരിക്കും. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം, ഡെഫിനറ്റ്ലി. പിന്നെ ഞാനിപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ടേസ്റ്റ് ടെസ്റ്റ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഞാനൊരു നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഉണ്ടാക്കും. സോറി ബട്ടാ. സോ ഇനി നമ്മൾ ഷെക്ക് ചെയ്തിട്ട് എൻ്റെ മമ്മി ഇപ്പോൾ ചെയ്തിട്ട് എൻ്റെ മമ്മി ഇപ്പോൾ ഈ ബോളിൽ ഫില്ലി വെക്കും. ഓക്കെ, ആക്ച്വലി ഷ്രിമ്പ് നമ്മളുടെ ഒരു ഫേവറേറ്റ് സാധനമായിരിക്കും. ലൈക്ക് മോസ്റ്റ്ലി സം പീപ്പിളിൻ്റെ ഫേവറേറ്റ്. ഞാൻ മോസ്റ്റ്ലി എൻ്റെ ഫേവറേറ്റ് പാർട്ട് എനിക്ക് മിക്സിങ് ആണ് എനിക്ക് ഇഷ്ടം. ലൈക്ക് ഓബ്വിയസ്ലി ഞാനൊരു കിഡാണ് സ്റ്റിൽ. ഞാൻ 9 years old ആണ്. ഇഫ് നിങ്ങൾ എൻ്റെ വൺ ഓഫ് മൈ ബർത്ത്ഡേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബർത്ത്ഡേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 9 years old ആയിരുന്നു. അപ്പം ഇപ്പം നമുക്ക് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ചൂടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. ഓബ്വിയസ്ലി ഇപ്പോൾ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. ചിയേഴ്സ്. നിങ്ങൾ എൻ്റെ കൂടി ട്രൈ ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടി ഇങ്ങനെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഗോണ ഗുഡ്. സോ ഗുഡ് ഗൈസ്. ലൈക്ക് എന്താ പറയുന്നത്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. സോ ഗുഡ്. സോ കറക്റ്റ് സ്പൈസിയാണ്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്പൈസിയാണ്, നല്ല ചൂയാണ്. ലൈക്ക് നമ്മൾ ചിക്കൻ വറുത്ത പോലെയാണ്. സോ ഗുഡ്. നിങ്ങൾ ട്രൈ ചെയ്യണം. ബൈ.